കോഴിക്കോടിനെ ശരിക്കും കോഴിക്കോടാക്കുന്നത് മലപ്പുറംകാരാ. ഹലോ കട്ട് ചെയ്തേ, ഇത് വലിയ പ്രശ്നമാണ്. മലപ്പുറംകാരാണ് കോഴിക്കോടിനെ കോഴിക്കോടാക്കിയെന്നാണ് ഈ മൂപ്പര് പറയുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? മലപ്പുറംകാരാണ് കോഴിക്കോടിനെ കോഴിക്കോടാക്കിയത്. ഒരു എക്സാമ്പിൾ, സാറ്റർഡേ സൺഡേ കാലിക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബീച്ചിലായാലും മാളിലായാലും വേറെ ഏത് എന്റർടൈൻമെന്റ് പ്ലേസുകളായി കഴിഞ്ഞാലും അവിടുത്തെ ഒരു 70% ആളുകളും മലപ്പുറംകാരായിരിക്കും. അപ്പോൾ കോഴിക്കോട് വീക്കെൻഡിൽ മുഴുവൻ മലപ്പുറംകാരെന്ന് നിങ്ങൾ പറഞ്ഞേ? യെസ്. അപ്പോൾ ഇവിടുത്തെ കച്ചവടം ഒരു 70% കച്ചവടവും നടന്നു പോകുന്നത് മലപ്പുറംകാരെ കൊണ്ടാണ്. യെസ്. അതാണ് ഒരു കാരണം. രണ്ടാമത് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് ഫേമുകളായാലും ബിസിനസ് ഫേമുകളായി കഴിഞ്ഞാലും അവിടെയൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറംകാരാണ്. ഇവിടുത്തെ ഫ്ലാറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സിനെ നോക്കിക്കഴിഞ്ഞാലും മലപ്പുറംകാരാണ്. ഇത് എനിക്ക് ഈ കോഴിക്കോടുകാരുടെയും തല്ലുമേടിച്ചേരുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഉള്ളതാണ്. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും മലപ്പുറം. അതെങ്ങനെ? കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറത്താണ് കിടക്കുന്നത്. കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറത്താണ്. കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറത്താണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ശരിയാണല്ലോ, അത് മലപ്പുറം ജില്ലയാണ്. യൂണിവേഴ്സിറ്റി എടുത്താലും മലപ്പുറത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറത്താണ്. ബ്രാൻഡിങ് മുഴുവൻ കാലിക്കറ്റിനും പണിയെടുക്കുന്നത് മൊത്തവും മലപ്പുറക്കാരെന്നാണ് മൂപ്പര് പറയുന്നത്. കാലിക്കറ്റാണ് മലപ്പുറത്തിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചരിത്രപരമായിട്ട് അത് അങ്ങനെയാണ്. പണ്ട് കാലം നിലമ്പൂർ കാടുകളിൽ നിന്ന് വെട്ടിയ ഫേമസ് ആണല്ലോ. ചാലിയാറിൽ കൂടെയാണ് ആ മരം കൊണ്ടുവരുന്നത്. അത് കല്ലായിലെത്തിയിട്ടാണ് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, വേൾഡിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും. മലപ്പുറത്തുള്ള നിലമ്പൂരിലെ പ്രോപ്പർട്ടി ലോകം മുഴുവൻ എത്തിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പൊ അന്ന് മുതലേ തുടങ്ങിയാണ് ഈ പരിപാടി. അപ്പൊ ഇത് ഇന്നലെ തുടങ്ങിയ സ്റ്റാർട്ടപ്പിന്റെ പരിപാടിയൊന്നും അല്ല. പണ്ടത്തെ ട്രഡീഷണൽ ബിസിനസ്സും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾ വ്യത്യസ്തരാകുന്നത് എവിടെയാണ്? ആഹാരത്തിന്റെ കേസിലാണ്, സൽക്കാരത്തിന്റെ കാര്യത്തിൽ. കോഴിക്കോടുകാരുടെ സൽക്കാരം കുറച്ച് കൂടുതലല്ലേ കമ്പയർ ടു മലപ്പുറം ആണോ? കോഴിക്കോടിന്റെ പലഹാരം ഫേമസ് ആണ്. മലപ്പുറത്തെക്കാൾ കൂടുതൽ ഡിഷുകൾ കോഴിക്കോടുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. കോഴിക്കോട് ഒരു വാണിജ്യ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് മലപ്പുറത്തിന് കൂടുതൽ അടുപ്പം. നിങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് ബന്ധമാണ്. യെസ്. മലപ്പുറം വേഴ്സസ് കോഴിക്കോട് താഴെ കമന്റ് ചെയ്യണേ.